സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏഷ്യ 40:30 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാനുള്ള ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നടത്തി, നമ്മെ സൗഖ്യപ്പെടുത്തി. വീണ്ടും നമുക്ക് ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ ഉതകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ വീണ്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ, ചാടി എഴുന്നേൽക്കാവോ, തളർച്ചയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. കരമൊന്ന് ഉയർത്താമോ? കരമുള്ളവരെല്ലാം കരം ഉയർത്തും. വായുള്ളവരെ, സ്വരമുള്ളവരെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാമോ? വായ് തുറന്ന് യേശുവേ വിളിക്കട്ടെ. അല്പം കൂടി യേശുവേ പാടി പ്രാർത്ഥിക്കാം. കരമൊന്ന് ചേർത്തടിക്കാമോ? അടുത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തോട് മുഖം നോക്കിക്കേ. അടുത്തും പോലെ നിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കേ. ചിരിക്കുന്നതിന് കുഴപ്പമില്ല. കരമൊന്ന് ഉയർത്തടിക്കാമോ? കരങ്ങൾ താഴ്ത്തി. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. അത് കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, 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 കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. 2 കരങ്ങളും ഒന്ന് ഉയർത്താമോ? 2 കരം ഉയർത്തി യേശുവേ എന്നൊറ്റ വിളി വിളിക്കുന്നു. യേശുവേ. പോരാ, അല്പം കൂടി സ്വരമുയർത്തി യേശുവേ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ തളർച്ചകളും മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശു നാമത്തിൽ, യേശുവിന്റെ അധികാരനാമത്തിൽ ഒറ്റ വിളി വിളിക്കുന്നു. യേശുവേ. കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. നന്നായി കരമടിച്ചേ. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. ശരിയല്ലേ? അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കരമുയർത്തിയടിക്കാം. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ, കരമുയർത്തിയടിച്ചേ. കൃപയാലേ, ഉണർവോടെ. കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കരമുയർത്തി വിളിക്കാം. യേശുവേ. വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ, ചെറിയവരും വലിയവരും വിളിക്കട്ടെ. വായ് തുറന്ന് യേശുവേ.
ചലിപ്പിച്ച് യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. ആമേൻ. യഹോവയെ കാത്തിരിപ്പോൻ ശക്തിയെ പുതുക്കിയിടും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. അതും കൃപയാലേ കരമുയർത്തിയടിച്ചേ, കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു കൂടി യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. ശ്രദ്ധിച്ചു കേട്ടോ. യഹോവയെ കാത്തിരിപ്പോൻ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോൻ ശക്തിയെ പുതുക്കിയിടും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കരമുയർത്തിയടിക്കാമോ? കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ കരങ്ങളിൽ ചലിപ്പിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി ആ ഉന്നത ഉച്ചത്തില് അവന്റെ നാമത്തിന് വിടുതലുണ്ട്. അവന്റെ നാമത്തെ വിളിച്ചോ. ക്ഷീണങ്ങൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ. യേശുവേ, വായ് തുറന്ന് വിളിച്ചോ, വായ് തുറന്ന് വിളിച്ചോ. യേശുവേ, ആരാധന ആരാധന ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാടി യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. തളർച്ചകളിൽ, രോഗങ്ങളിൽ, നമ്മുടെ വല്ലായ്മകളിൽ ജീവിക്കുന്നവനായ കർത്താവ് ഓരോ ശുശ്രൂഷകൾക്കിടയിലും നാം അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മളെ സ്പർശിച്ചുകൊണ്ടും നമ്മളെ സന്ദർശിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. ചില വിടുതലുകളൊക്കെ നാളെ മറ്റന്നാൾ ദിവസങ്ങളിലൊക്കെയാണ് നമുക്ക് വെളിപ്പെട്ട് വരാൻ ഇടവരുന്നത്. അപ്പോൾ വിശ്വസിക്കണം, ഏത് സമയമാണ് കർത്താവ് എന്നെ തൊടുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏത് സമയം വേണമെങ്കിലും കർത്താവിന് നമ്മളെ സ്പർശിക്കാം, വിടുവിക്കാം. പ്രിയമുള്ളവരെ, തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കണം, ഈ രാത്രി, ഈ ആരാധനയുടെ സമയം, ഈ പ്രാർത്ഥന വേളകളിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. വിശ്വസിക്കണം. വെറും കൈയോടെ മടങ്ങുകയില്ല എന്ന് മനസ്സിൽ ഉറയ്ക്കണം. യാബോക്ക് നദിക്കരയിൽ വെച്ച് യാക്കോ പറഞ്ഞില്ല, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ ഒരു വാശിയോടെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച്, നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ഉള്ള ഷാലോം TV-യുടെ പ്രേക്ഷകർ ഈ സമയങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്നിച്ച് ആരാധിക്കുന്ന ആരാധന നിമിഷത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. സ്വർഗം തുറന്ന്
ഈ സമയങ്ങളിൽ നമ്മളെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് ജെറമ്യായിലൂടെ അരുളി ചെയ്തവൻ ഇതാ ദിവ്യകാരുണ്യമായി അൾത്താരയിൽ വലിയ മഹത്വത്തോടെ കടന്നു വരികയാണ്. നമുക്ക് ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് മുട്ടമേ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും ഇരുകരമൊന്ന് ഉയർത്തി അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ. മലഹമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് ഹല്ലേലൂയ. വായി തുറന്ന് ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. യോഗ്യനേശുവേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച് പത്മോസ് ദ്വീപിൽ വെച്ച് വിശുദ്ധ യോഹന്നാന് വെളിപ്പെട്ട പരമപരിശുദ്ധൻ, ആദ്യവും അന്തവുമായവൻ, ജീവന്റെയും മരണത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ ഇതാ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സമൂഹത്തിലേക്ക്, നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നിന്റെ സ്വകാര്യതകളിലേക്ക് അവനിതാ കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് വിടുതലിൻ്റെ സമയമാണ്, ഇത് സൗഖ്യത്തിൻ്റെ സമയമാണ്. നിന്നെ അനുഗ്രഹിക്കുവാൻ അവനിതാ കടന്നു വന്നിരിക്കുന്നു. സ്നേഹത്തോടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ചെറിയവരും വലിയവരും കുടുംബമായി മക്കൾ എല്ലാവരും ചേർന്ന് യേശുവേ എന്നൊന്ന് വായി തുറന്ന് വിളിക്കാമോ? വിളിക്കട്ടെ. ദൈവശക്തി പരിവർത്തിക്കുന്നു. ദൈവിക ചൈതന്യം ഇതാ കുടുംബങ്ങളിൽ നിറയുന്നു. ആരാധന, ആരാധന. അവന്റെ മഹത്വം ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവേ, 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 ആരാധന, ആരാധന. നിന്റെ രൂപവും ഭാവവും സമർപ്പിച്ചുകൊണ്ട് നിലായിടട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും ഈശോ എന്നിലായിടട്ടെ. ഉള്ളുരുകി ഉള്ളുരുകി നിന്റെ ആത്മശക്തിയും ഈശോ എന്നിൽ
ചലിപ്പിച്ച് അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. സകല വിശുദ്ധരോട് ചേർന്ന്, സറാഫുകളോട് ചേർന്ന്, മാലാഖാവൃന്ദങ്ങളോട് ചേർന്ന് ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ജീവിതം സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ചലിപ്പിച്ച് പരിശുദ്ധനായവനെ ദർശിച്ചവരെല്ലാം തങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ പാദാന്തികത്തിൽ അടിയറ വെച്ചില്ലേ? യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നു. മഹത്വത്തിൻ്റെ ദൈവത്തെ കണ്ടവൻ അവൻ ഇപ്രകാരം ഏറ്റുപറയുകയാണ്, ദൈവമേ, ഞാൻ എത്രയോ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനാണ്. ഇതാ അവനെ ശുദ്ധീകരിച്ച് തനിക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ അവൻ തീരുമാനിക്കുന്നു. കർത്താവേ, എന്നെ അയച്ചാലും. ഇതാ മഹത്വത്തിൻ്റെ വെളിച്ചം പ്രകാശമായി അടിക്കപ്പെട്ട സൗൽ പൗലോസായി മാറി. അവൻ ആ മഹത്വത്തിൻ്റെ ദൈവത്തെ അനുഭവിച്ചവനാണ്. ഇങ്ങനെ അനുഭവിച്ചവരെല്ലാം തങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെച്ചു കൊടുത്തു അവൻ്റെ കരങ്ങളിൽ. കർത്താവേ, ഇനി ഞാനല്ല, അങ്ങാണ് ജീവിക്കുന്നത്, എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് വെച്ചു കൊടുക്കാമോ? നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും, അതിശയകരമായ മാറ്റങ്ങൾ നമ്മൾ വരും, രോഗങ്ങൾ സൗഖ്യമാകും, ആത്മീയ അഭിഷേകം കൊണ്ട് നമ്മൾ നിറയും. നമ്മൾ ദേശത്തിനും സമൂഹത്തിനും സഭയ്ക്കും അനുഗ്രഹമായി തീരും. രണ്ട് കരങ്ങളെയും ഉയർത്തി ഒന്ന് വായി തുറന്ന് വിളിക്കാമോ? യേശുവേ! ആരാധന 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 സമർപ്പിച്ചു പാടാം. കർത്താവേ, എൻ്റെ ഇഷ്ടങ്ങളൊന്നും എനിക്കിനി വേണ്ട, നീയാണ് എനിക്ക് പ്രധാനപ്പെട്ടത്, നിന്റെ ഇഷ്ടമാണ് എനിക്ക് വിലപ്പെട്ടത്, നീ മാത്രം ഉയർന്നു നിൽക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടുന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവമഹത്വം ഇറങ്ങുന്നു. ചിലരെ കർത്താവ് സ്പർശിക്കുന്നു, ചില കുടുംബങ്ങളിൽ ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭാരങ്ങൾ കർത്താവ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു.
പരമാ ദിവ്യകാരുണ്യത്തിന് ആദരപൂർവ്വം തിരുസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ഈ രാത്രി വിടുതലിൻ്റെ രാത്രിയാണ്. അതിശയകരമായി ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മളിപ്രകാരം കാണുന്നില്ലേ? ബെസൈദ കുളക്കരയിൽ നീണ്ട വർഷം സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടന്ന ഒരുവൻ, ഇടയ്ക്കിടയ്ക്ക് ദൂതന്മാർ വന്ന കുളമിളക്കുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇറങ്ങുന്നവരെല്ലാമാണ് സൗഖ്യം പ്രാപിച്ചത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ മാലാഹമാരെ അയക്കുന്നവൻ തന്നെ അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. അവനോട് ചോദിച്ചു, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അതുമാത്രമാണ് ഈ രാത്രി കർത്താവ് നിന്നോട് ചോദിക്കുന്നത്. മാലാഖമാരല്ല നിൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നത്. സർവശക്തനായവൻ ഇതാ നിൻ്റെ അടുക്കൽ വന്ന് നിന്നോട് ചോദിക്കുകയാണ്, നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ രോഗങ്ങൾ, തളർച്ചകളെല്ലാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യം പ്രാപിക്കാൻ? പ്രിയപ്പെട്ടവർ, ഈ സൗഖ്യം നമുക്ക് ലഭിക്കുന്നത് ആരാധനയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ തീച്ചൂള അനുഭവങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വരുന്നവനല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന ദാനിയേലിൻ്റെ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്നവൻ, അഗ്നിയിലേക്ക് ഇറങ്ങി വന്നവൻ, നാലാമതൊരുവനെ കൂടി രാജാവ് കാണുകയാണ്. 3 പേരെയാണ് അവൻ തീച്ചൂളയിൽ എറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവർ തീച്ചൂളയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ സ്നേഹനിധിയായ അവൻ്റെ ദൈവം തീച്ചൂളയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവനെ നമുക്ക് ആരാധിക്കാം. നിൻ്റെ പ്രതികൂലങ്ങളിലേക്ക് നീ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഇറങ്ങിയിട്ടില്ലേ? ആരാധിക്കുമ്പോൾ വിടുതൽ തരുന്ന ആ നല്ല കർത്താവിനെ ഒന്നുകൂടി നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, യേശുവേ എന്ന് വിളിക്കാം. യേശുവേ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, കരമടിച്ച് ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. കരമുയർത്തിയടിച്ചേ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഓ, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. കരമടിച്ച് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മടുത്തുകൂടാതെ ആരാധിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യം. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യം. കരമുയർത്തിയടിക്കുക. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ശക്തി ഇറങ്ങുന്നു, പ്രാർത്ഥിക്കാം, കൃപ നിറയുന്നു. ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ
നല്ലവൻ. ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ, അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി അവന്റെ നാമത്തെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, ചെറിയവരും വലിയവരും പ്രാർത്ഥിക്കട്ടെ, ഉണർവോടെ പ്രാർത്ഥിക്കട്ടെ, നെഞ്ചുകൊട്ടി വിളിക്കട്ടെ. യേശുവേ, ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. ദിവ്യ കാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ ഈശോയെ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹൃദയം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുപറയാം നിശബ്ദതയിൽ. ഈശോയെ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിരവധി വ്യക്തികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും കർത്താവേ, അതിൽ ചിലരുടെ ചില സമയത്തെ പ്രാർത്ഥനകൾ ഉള്ളിൽ തട്ടിയ പ്രാർത്ഥനകളായിരുന്നു. ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥന ഉള്ളിൽ തട്ടിയ പ്രാർത്ഥനയായിരുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന പ്രാർത്ഥന ഉള്ളിൽ തട്ടിയ പ്രാർത്ഥനയായിരുന്നു. കർത്താവേ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന സൂസന്നയുടെ പ്രാർത്ഥന ഉള്ളിൽ തട്ടിയ പ്രാർത്ഥനയായിരുന്നു. കർത്താവേ, ഇതുപോലെ ഉള്ളിൽ തട്ടിയ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന നടത്തിയത് കർത്താവേ, എന്നെ ഓർക്കണമേ എന്ന പ്രാർത്ഥനയാണ്. കർത്താവേ, എന്നെ ഓർക്കണമേ. സാംസൺ അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഓർക്കണമേ. ജെറൂസലമിൻ്റെ മതിലിൽ പുതുക്കിപ്പണിത് അവസാനമായി ജെറൂസലം വിട്ടു പോകുമ്പോൾ നഹ്മിയ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എന്നെ എന്നും ഓർക്കണമേ. നീ മരിക്കാറായി, എല്ലാം ക്രമപ്പെടുത്തിക്കോ എന്ന് എലിയ പ്രവാചകൻ വഴി കർത്താവ് ഹെസക്കിയ രാജാവിനോട് പറഞ്ഞപ്പോൾ ഹെസക്കിയ പറഞ്ഞു, പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനെത്ര വിശ്വസ്തയോടെ അങ്ങയെ ശുശ്രൂഷിച്ചുവെന്ന് ഓർക്കണമേ. പിന്നീട് അദ്ദേഹം ഭിത്തിയിലേക്ക് ചെരിഞ്ഞ് കിടന്ന് കരഞ്ഞു. ഒറ്റ വാചകം പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തയോടെ നിന്നെ ശുശ്രൂഷിച്ചുവെന്ന് നീ ഓർക്കണമേ. പിന്നെ ഒന്നും പറയാനില്ല, കരച്ചില. കർത്താവ് അദ്ദേഹത്തിൻ്റെ ആയുസ് 15 കൊല്ലം കൂടി ആ പ്രാർത്ഥന കേട്ട് നീട്ടിക്കൊടുത്തു. കർത്താവേ, ഈ രാത്രിയിൽ ഈ ആരാധനാലയത്തിൽ
മറ്റ് പല സ്ഥലങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഒത്തിരി പേര് ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. കർത്താവേ, എന്നെ ഓർക്കണമേ. കർത്താവേ, ഞാൻ രോഗിയാണ്, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, ഇപ്പോൾ കർത്താവേ, എൻ്റെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നു, എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പലരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഞാൻ കടബാധ്യതയിലാണ്, എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് ഒത്തിരി പേര് അങ്ങയോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ നീ ഓർക്കണമേ. ഞാൻ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് ഇപ്പോൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവെ, നീ ഇപ്പോൾ ഓർക്കണമേ. കുടുംബസമാധാനം നഷ്ടപ്പെട്ടിട്ട് കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ, നീ ഇപ്പോൾ ഓർക്കണമേ. വിവാഹം നടക്കാത്തതിൻ്റെ വിഷമം കൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ, നീ ഇപ്പോൾ ഓർക്കണമേ. മക്കളില്ലാത്തത് കൊണ്ട് ദുഃഖിക്കുന്നവർ ഇപ്പം നിന്നോട് നടത്തുന്ന പ്രാർത്ഥന കേട്ട് കർത്താവെ, അവരെ നീ ഓർക്കണമേ. ജീവിത പങ്കാളി മരിച്ച വ്യക്തികൾ ഇപ്പോൾ നിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവെ, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന കേട്ട് അവരെ നീ ഓർക്കണമേ. കുഞ്ഞ് മരിച്ചുപോയതിൻ്റെ ദുഃഖവും വേദനയുമായി കർത്താവെ, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ നീ ഇപ്പോൾ കാണണമേ. പരീക്ഷ പാസ്സാകാതെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ നീ ഇപ്പോൾ ഓർക്കണമേ. ജോലി കിട്ടാതെ വിഷമിക്കുന്നവരും ജോലി നഷ്ടപ്പെട്ടവരും കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ നീ ഓർക്കണമേ. ദുശീലങ്ങൾക്കും തഴക്കദോഷങ്ങൾക്കും അടിമകളായി തീർന്ന പലരും കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി, മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ നീ ഓർക്കണമേ. ആത്മീയ വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, അവരെ നീ ഇപ്പോൾ ഓർക്കണമേ. ക്ഷമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ക്ഷമിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, അവരും ഇപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെയും ഓർക്കണമേ. കർത്താവേ, ഒരുപക്ഷെ അനേക കിടപ്പ് രോഗികൾ ഇപ്പോൾ നിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. കർത്താവേ, അവരെ നീ ഓർക്കണമേ. ജീവിതം മടുത്ത, ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിക്കുന്ന പല വ്യക്തികളും കർത്താവേ, രാത്രിയിൽ നിന്നെ വിളിക്കുന്നുണ്ട്. അവരെ നീ ഓർക്കണമേ. ചതിക്കപ്പെട്ട പല വ്യക്തികളും കർത്താവേ, ഇപ്പം നിന്നെ വിളിക്കുന്നുണ്ട്. അവരെ നീ ഓർക്കണമേ. നീതി നിഷേധിക്കപ്പെട്ട പല വ്യക്തികളും കർത്താവേ, രാത്രി നിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നെ വിളിക്കുന്നുണ്ട്. അവരെ ഓർക്കണമേ. അവഗണന അനുഭവിക്കുന്ന അനേകം മക്കൾ കർത്താവേ, നിന്നെ വിളിക്കുന്നുണ്ട്. അവരെല്ലാവരും നീ ഓർക്കണമേ. കർത്താവേ, ഹെസക്കിയ രാജാവ് ഭിത്തിയിലേക്ക് തിരിഞ്ഞു കിടന്നാണ് കരഞ്ഞതെങ്കിൽ കർത്താവേ, രാത്രിയിൽ നിന്നെ വിളിക്കുന്നവർ ഭിത്തിയിലേക്ക് നോക്കി അല്ല കരയുന്നത്, നിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് കരയുന്നത്, നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് കരയുന്നത്. നീ ഒന്ന് കരം നീട്ടുമെന്ന് വിചാരിച്ചാണ് കരയുന്നത്. നീ ഒരു സൗഖ്യം തരുമെന്ന് വിചാരിച്ചാണ് കരുതുന്നത്. നീ ഒരു രക്ഷ നൽകുമെന്ന് വിചാരിച്ചാണ് കരുതുന്നത്. നീ ബന്ധനങ്ങൾ അഴിക്കുമെന്ന് വിചാരിച്ചാണ് കരുതുന്നത്. നിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ ഒരു മറുപടി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കരയുന്നത്. ഓ കർത്താവേ, ഹെസക്കിയായുടെ കരച്ചിൽ കേട്ട് 15 കൊല്ലം ആയുസ് നീട്ടിക്കൊടുത്ത അവിടുന്ന് ഇപ്പോൾ നിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ കരയുന്ന സർവരുടെയും കരച്ചിൽ കേൾക്കണമേ. അവരുടെ നിലവിളിയുടെ ശബ്ദം നീ കേൾക്കണമേ. അവരോട് ഈ രാത്രിയിൽ അല്ല കർത്താവേ, ഇപ്പോൾ തന്നെ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് കർത്താവിൽ നിന്ന് കരുണ കിട്ടേണ്ടത്, ദയ കിട്ടേണ്ടത്, എവിടെയാണ് ഒരു അത്ഭുതം നടക്കേണ്ടത്, ആ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഓർക്കണമേ എന്ന് എല്ലാവരും ഈശോയുടെ മുഖത്ത് നോക്കി ഈശോയെ വിളിച്ച് വീണ്ടും വീണ്ടും പറയുക. കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാ ഞാൻ കടന്നു പോകുന്ന വഴികൾ, ഇതാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ രോഗിയാണ്, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അവർക്ക് നീ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയഭാരത്താൽ കഷ്ടപ്പെടുന്നവരെ നിന്നെ വിളിക്കുന്നുണ്ട്. കർത്താവേ, അവരെ ഓർത്ത് അവർക്ക് നീ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയാലും സാമ്പത്തിക ഞെരുക്കത്താലും വിഷമിക്കുന്നവർ കർത്താവേ ഇപ്പോൾ നിന്നെ വിളിക്കുന്നുണ്ട്. അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ കർത്താവേ ഇപ്പോൾ നിന്നെ നോക്കി നിന്നെ വിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. കർത്താവേ, അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹം നടക്കാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ കരുണ കാണിക്കണമേ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ കരുണ കാണിക്കണമേ. മക്കൾ മരിച്ചുപോയവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ കരുണയായിരിക്കണമേ. ജീവിത പങ്കാളി മരിച്ചുപോയവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ കരുണയായിരിക്കണമേ. വിവിധ മത്സര പരീക്ഷകൾ പാസ്സാകാതെ കിടന്ന് വിഷമിക്കുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അവരോട് കരുണ കാണിക്കണമേ. ജോലി കിട്ടാത്തവരും ജോലി നഷ്ടപ്പെട്ടവരും കർത്താവേ നിന്നോടിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോട് കരുണയായിരിക്കണമേ. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് കരുണ കാണിക്കണമേ. കിടപ്പ് രോഗികളോട് ഈ രാത്രിയിൽ അവരെ സുഖപ്പെടുത്താൻ കരുണ കാണിക്കണമേ. ചതിക്കപ്പെട്ടവരോട് കർത്താവെ കരുണ തോന്നി അവർക്ക് നീതി നടത്തി കൊടുക്കണമേ. നീതി നിഷേധിക്കപ്പെട്ടവരോട് കരുണ തോന്നി അവർക്ക് നീതി നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രതിസന്ധികളെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. കർത്താവേ, കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് കരങ്ങളുയർത്തി, ഹൃദയമുയർത്തി, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. നിലവിലൊരു ശബ്ദം കേൾക്കണമേ. ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടല്ലോ ദൈവമേ. നെഹെമ്യായുടെ പ്രാർത്ഥന കേട്ടല്ലോ ദൈവമേ. സാംസന്റെ പ്രാർത്ഥന കേട്ടല്ലോ ദൈവമേ. കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന കേട്ടല്ലോ ദൈവമേ. അന്ധന്റെ പ്രാർത്ഥന കേട്ടല്ലോ ദൈവമേ. അതുപോലെ അനേകരുടെ പ്രാർത്ഥന കേട്ട് തക്ക സമയത്ത് അവരെ അനുഗ്രഹിച്ചുവല്ലോ, അവരെ രക്ഷിച്ചുവല്ലോ, അവരുടെ ബന്ധനങ്ങൾ അഴിച്ചുവല്ലോ, അവർ ചോദിച്ചത് കൊടുത്തല്ലോ. കർത്താവ് ഈ രാത്രിയിൽ നിന്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. അവരുടെ നിലവിലൊരു ശബ്ദം കേൾക്കണമേ. അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ നാസറായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിന് മേല് ആധിപത്യം നേടിയ നാസറായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സർവരുടെയും ജീവിതത്തിൽ അതവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ രോഗശാന്തികൾ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ മനസ്സിന്റെ മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ പരീക്ഷ പാസ്സാകാനുള്ള കൃപ കിട്ടട്ടെ. ഈശോയുടെ നാമത്തിൽ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ മനസ്സ് വേദനിക്കുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും കിട്ടട്ടെ. കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ തലങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ചോദിക്കുന്നത് ലഭിക്കട്ടെ, മുട്ടുന്നത് കിട്ടട്ടെ, അന്വേഷിക്കുന്നത് കണ്ടെത്തേ. യേശുവേ
നിന്റെ പക്കലെല്ലാം ഉണ്ട്, നിന്റെ പക്കലെല്ലാം ഉണ്ട്. കൊടുക്കാൻ മാത്രമുണ്ട്, മിച്ചമുണ്ട്. കർത്താവെ കൊടുക്കണമേ. ചോദിക്കുന്നവർക്ക് കൊടുക്കണമേ, മുട്ടുന്നവർക്ക് തുറക്കണമേ, അന്വേഷിക്കുന്നവർ കാണപ്പെടണമേ. നീ സ്നേഹിക്കുന്ന ദൈവമാണെന്ന്, നീ അത്ഭുതങ്ങൾ ദൈവമാണെന്ന്, നീ കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് കർത്താവെ അനുഭവത്തിലൂടെ, കർത്താവെ അനുഭവത്തിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. കർത്താവെ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ വിളിക്കുന്ന സർവരോടും കരുണ കാണിക്കാൻ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്നെ വിളിക്കുന്ന എല്ലാവരെയും രാത്രി അനുഗ്രഹിക്കണം. കരുണ കാണിക്കണം. സൗഖ്യം നൽകുവാൻ, കെട്ടുകൾ അഴിക്കുവാൻ, മുറിവുകൾ ഉണക്കുവാൻ, ചോദിക്കുന്നത് നൽകുവാൻ, ആവശ്യമായത് നൽകുവാൻ കർത്താവേ കരുണ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയുടെ സമാപന ആശീർവാദത്തിലേക്ക് കടക്കാം. സമാപന ഗാനം ആലപിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതനിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ദേശദേശാന്തരങ്ങളെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന അവൻ്റെ ആശീർവാദം ഇതാ നമ്മുടെ ശിരസിന് മുകളിൽ ഉയർന്നു താഴുന്നു. നമ്മുടെ കുടുംബങ്ങളെ അവിടുന്ന് ആശീർവദിക്കുന്നു, നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കുന്നു, വിടുതൽ നൽകി നമ്മെ മാനിക്കുന്നു. ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി, 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 നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. സ്തോത്രം, 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 സ്തോത്രം. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നും ഇന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും ഇന്നും അങ്ങേയ്ക്കാരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും എഴുന്നേറ്റ് നിൽക്കാം. വിശ്വനാഥനെ വാഴ്ത്തിടുവിൻ. നിശിഹാതൻ പൂജിതമാം കരങ്ങളടിച്ച് വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. മറുനിരയായി ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. കൃപയൊഴുകട്ടെ ദൈവകൃപ, കൃപയൊഴുകട്ടെ ദൈവകൃപ. കൃപയൊഴുകട്ടെ ദൈവകൃപ. കൃപയൊഴുകട്ടെ ദൈവകൃപ. കൃപയൊഴുകട്ടെ ദൈവകൃപ, കൃപയൊഴുകട്ടെ ദൈവകൃപ. കൃപയൊഴുകട്ടെ ദൈവകൃപ. കൃപയൊഴുകട്ടെ ദൈവകൃപ. എന്ത് അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇന്ദതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്ദ